നമ്മളിപ്പോൾ കൽപ്പറ്റ ടൗണിൻ്റെ ഒരു സൈഡിലാണുള്ളത്. അതായത് മേപ്പാടിക്ക് തിരിയുന്ന ട്രാഫിക് ജംഗ്ഷനിൽ ഏതാണ്ട് 1.5 കിലോമീറ്റർ വിട്ടിട്ട് വിനായക എന്ന് പറയും, ആ ഒരു ഭാഗത്താണുള്ളത്. ഇവിടെ ഒരുപാട് റിസോർട്ടുകൾ വീടുകളൊക്കെ ഉള്ളൊരു ഏരിയയാണ്. നല്ല ഡിമാൻഡുള്ളൊരു ഏരിയയാണ് വിനായക ഭാഗം. നമുക്ക് ടൗണിലേക്ക് ആകെ അത്രേ ദൂരം വരുന്നുള്ളൂ. നെസ്റ്റോ പുതിയ സ്റ്റാൻഡൊക്കെ വളരെ അടുത്താണ്. നമുക്ക് ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ KSRTC ആ ഒരു ഭാഗത്തേക്ക് എത്തും. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഈ റോഡൊന്ന് വലത്തോട്ട് തിരിയും. അപ്പോൾ ആ റോഡിനാണ് നമ്മൾ പോകേണ്ടത്. അതിൽ പോയിട്ട് നമ്മളൊരു 15 മീറ്ററോളം നമുക്ക് മൺ റോഡുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മൺ റോഡിൻ്റെ ഫ്രണ്ടിലാണ്. ഇതൊരു 15 മീറ്റർ എൻ്റെ ഇടത് സൈഡിൽ വലിയൊരു റിസോർട്ടാട്ടോ ഉള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ നടക്കുന്ന വലിയൊരു റിസോർട്ടാണുള്ളത്. അതാണ് നമ്മൾ ഈ ലാൻഡിൻ്റെ അതിരായിട്ട് വരിക. അപ്പോൾ ഏതാണ്ട് നമ്മളെ ലാൻഡ് സ്റ്റാർട്ട് ചെയ്യാനായി ഇവിടെ തന്നെയാണ് നമ്മളെ ലാൻഡ് വരുന്നത്. ഇപ്പം നമ്മളെ വാഹനത്തിൻ്റെ ഇടത് സൈഡാണ് ലാൻഡ് ഉള്ളത്. ഈ റോഡ് ഇവിടെ ആകെ ഒരു 3-4 പ്ലോട്ടുകളേ ഉള്ളൂ. അതിലേക്കുള്ള റോഡാണ്. മൺ റോഡ് എന്ന് പറയാനൊന്നുമില്ല. അത്യാവശ്യം സോളിംഗ് ഉണ്ട്. എല്ലാ വണ്ടിയും മഴക്കാലത്തൊന്നും പ്രത്യേകിച്ച് കയറ്റങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ്. വലിയ ബുദ്ധിമുട്ടില്ല. ഈ റോഡ് ഇങ്ങനെ ചുറ്റി പോവാണ് കേട്ടോ. അത് നമ്മളെ ലാൻഡിൻ്റെ സൈഡ് കൂടിയാണ് പോകുന്നത്. ഇപ്പം നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ലാൻഡ് ഇങ്ങനെയാണ് വരുന്നത്. നല്ല പച്ചപ്പൊക്കെ ഉള്ള ഒരു ലാൻഡാണ്. പ്രത്യേകിച്ച് ഈ ലാൻഡിൽ ഒന്നും പറയാനൊന്നുമില്ല. കാട് പിടിച്ച് കിടക്കുകയാണ്. നല്ലൊരു റിസോർട്ടോ അല്ലെങ്കിൽ നല്ലൊരു ഹോം സ്റ്റേയോ അല്ലെങ്കിൽ ഹോളിഡേ ഹോമോ, ഇനിയിപ്പോൾ വീടെടുക്കാനാണെങ്കിലും നല്ല പ്രൈവസിയൊക്കെ ഉള്ള സ്ഥലത്ത് വീടെടുക്കണം വെച്ചാൽ ഇവിടെ മീൻസ് തിങ്ങി വീടുകളില്ലാത്തൊരു ഏരിയയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെയുള്ള സ്ഥലത്ത് വീടെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കും പറ്റും. 25 സെൻറ്റ് ലാൻഡാണ് വരുന്നത്. ഇതിൻ്റെ പട്ടയെന്ന് പറയുന്നത് നമുക്ക് എല്ലാ കൺസെഷനും പറ്റുന്നതാണ്. നമുക്ക് റിസോർട്ട് വേണമെങ്കിൽ ചെയ്യാം, കമേഴ്ഷ്യൽ എന്തും ചെയ്യാം. ഇനി വീടെടുക്കണമെങ്കിൽ വീടെടുക്കാം. ഞാനിപ്പോൾ കാണിക്കുന്ന നമ്മൾ വരുന്ന ആ ഒരു ഇടത് സൈഡ് റിസോർട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് അതിരാട്ടോ. അതിൻ്റെ ഫുള്ള് അവർ ചുറ്റും അതിര് കംപ്ലീറ്റ് മുള കൊണ്ട് അലങ്കരിച്ച് കിടക്കുകയാണ്. വലിയൊരു റിസോർട്ടാണ്. അതുപോലെ ഇവിടെ മറ്റേ കല്ലാട്ട് ബിൽഡേഴ്സിൻ്റെ ബ്രിട്ടീഷ് ബംഗ്ലാവൊക്കെ ഇതിൻ്റെ പരിസരത്താണുള്ളത്. ഈ ഏരിയ അറിയുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ലാൻഡ് പറഞ്ഞാൽ ചെറിയൊരു ചെരുവ്, നമ്മൾ വണ്ടി ഇട്ട അവിടെ നിന്ന് ഇങ്ങോട്ട് ചെറിയൊരു ചെരുവ് ഇതായി കാണുന്നുണ്ടാവും. അത് ചെറിയൊരു ചെരുവാട്ടോ. അത് കഴിഞ്ഞാൽ ലെവൽ ലാൻഡാണ്. അതായത് ഒന്ന് ചെരിഞ്ഞ് മേലോട്ട് കയറിയിട്ട് ലെവലായിട്ട് കിടക്കുന്ന ലാൻഡാണ്. ഈ ഫ്രണ്ടിൽ ഒരു 35-36 കോട്ടേജുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയാൽ കാണില്ല, അതിൻ്റെ ഉള്ളിലാണ്. അതും ഈ ഒരു കമേഴ്ഷ്യലാണ്, ഒരു റിസോർട്ട് പോലെയാണ് വരുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഈ ഭൂമിൻ്റെ ഒരു ചുറ്റുവട്ടത്തുള്ള അവസ്ഥകൾ വരുന്നത്. പിന്നെ ഇതിനോട് ജോയിൻ്റായിട്ട് 1-1.5 ഏക്കർ വാങ്ങണം താല്പര്യമുള്ള ആൾക്കാർക്കും അവൈലബിളാണ്, ലാൻഡ് അവൈലബിളാണ്. ഈ റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് നമ്മളെ ലാൻഡിനെ ചുറ്റി പോവാണ്. വലത് സൈഡിലുള്ള നമ്മളതല്ല, ഇടത് സൈഡാണ് നമ്മളെ ലാൻഡ് വരുന്നത്. അത് അവിടം വരെ വരുന്നുണ്ട്. ആ റോഡ് കുറച്ചുകൂടെ മുന്നോട്ടെത്തുമ്പോൾ വലത്തോട്ട് തിരിയുന്നുണ്ട്. അവിടം വരെ നമ്മളെ ഈ റോഡ് നമുക്ക് ഫ്രണ്ടേജ് വരുന്നുണ്ട്. ഇവിടെയൊക്കെ ലെവലാട്ടോ. ഈ ഭാഗമൊക്കെ നല്ല ലെവലാണ്. അത്യാവശ്യം നല്ല വീതിയുള്ള റോഡൊക്കെ കേട്ടോ. 3-3.5 മീറ്ററോളം വീതിയുണ്ട്. അതൊന്നും കൺസ്ട്രക്ഷനൊന്നും വിഷയം വരില്ല. റോഡ് വേണമെങ്കിൽ നമുക്കെല്ലാ ഈ പരിസരത്തുള്ള എല്ലാവർക്കും കൂടെ കൂടിയിട്ട് 15-20 മീറ്ററേ ഉള്ളൂ. അതൊന്ന് കോൺക്രീറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം. ദൂരം കുറവാണല്ലോ. അപ്പോൾ ഇത്രയും ഭാഗം നമ്മളിതാണ് വരുന്നത്. ഇവിടെയാണ് നമ്മളെ കമ്പിവേലി വരുന്നത്. ബാക്ക് സൈഡാട്ടോ ഞാൻ കാണിക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ റോഡ് പോയി കറങ്ങി വലത്തോട്ട് തിരിഞ്ഞു പോവുകയാണ്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ലാൻഡ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ലാൻഡാണ്. ഇതിൻ്റെ അടുത്ത് ചെറിയൊരു പുഴയുണ്ട്. നമുക്ക് വാക്കിൻ ഡിസ്റ്റൻസിൽ ഒരു ചെറിയൊരു റിവർ കിടക്കുന്നുണ്ട്. അത് നമുക്ക് ആസ്വദിക്കാം. പിന്നെ വലിയ വ്യൂ ഒന്നുമില്ല. ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്താ വെച്ചാൽ പ്രൈവസിയാണ്. നല്ല പ്രൈവസിയാണ്. അപ്പോൾ നമുക്ക് കൽപ്പറ്റ ടൗണിൽ തന്നെ നല്ല പ്രൈവസിയോടെ ലാൻഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. കാരണം അടുത്തൊന്നും വീടുകളൊന്നും ഇല്ലാതെ നല്ല പ്രൈവസിയുള്ള ലാൻഡാണ്. അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ പറ്റുന്ന ലാൻഡാണ്. വില എന്ന് പറയുമ്പോൾ താരതമ്യേന കുറവാണ്. കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾക്കറിയാം നല്ല റേറ്റ് വരുന്നുണ്ട് ലാൻഡിന്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇതിന് കുറവാണ്. ഇതിന് സെൻറ്റിന് ഇവർ 1.25 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ 25 സെൻറ്റ് എന്ന് പറയുമ്പം ഏതാണ്ട് ഒരു 31 ലക്ഷം രൂപ. അപ്പോൾ അതൊരു കമ്പാരിറ്റീവ്ലി നോക്കുമ്പം അതൊരു വിലയല്ല, കുറവാണ്, നല്ല കുറവാണ്. ഇത് നമ്മൾ ആ ലാൻഡിൻ്റെ ഇപ്പുറത്ത്
ഞാൻ ഈ സൂം ചെയ്ത് കാണിക്കുന്ന ഭാഗത്തൊരു പുഴയാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മളെ ലാൻഡ് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ആ പുഴേൻ്റെയും നമ്മളെ ലാൻഡിൻ്റെയും നടുവിലാണ് നിൽക്കുന്നത്. അവിടെയാണ് നമ്മളെ ലാൻഡ് വരുന്നത് കേട്ടോ. ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് ഒരു ചെറിയ ഡിസ്റ്റൻസ്, ഒരു 10-200 മീറ്റർ പോയി കഴിഞ്ഞാൽ പുഴയാണ്. 200 മീറ്റർ ഉണ്ടാവില്ല. നമുക്ക് അത്യാവശ്യം ഈവനിങ്ങിലൊക്കെ ഒന്ന് ജസ്റ്റ് പുഴേൻ്റെ സൈഡിലൊക്കെ ഒന്ന് പോയി നിൽക്കാനുള്ളൊരു സൗകര്യമുണ്ട്. മഴക്കാലത്ത് നല്ല സ്ട്രോങ് ആണ് കേട്ടോ ഇത്. വേനൽക്കാലത്തായതുകൊണ്ട് വലിയ വെള്ളമൊന്നും കാര്യമായിട്ട് കാണുന്നില്ല, പക്ഷെ മഴക്കാലത്ത് സ്ട്രോങ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ലാൻഡാണ്. അപ്പോൾ ആ ഒരു ചെറിയ പൈസയ്ക്ക് ഒരു 25 സെൻറ്റ് ലാൻഡ് കൽപ്പറ്റ നഗരത്തിൻ്റെ ഉള്ളിൽ വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ വിളിക്കുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.